Hi guys, so welcome back to my YouTube channel. ഇന്ന് നമ്മുടെ ഡേ 2 ആണ് വിയറ്റ്നാമിൽ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ബനാ ഹിൽസിലാണ്. ഇവിടെ നിന്ന് കുറച്ച് ഡ്രൈവ് ഉണ്ട്. അപ്പം നമ്മൾ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബനാ ഹിൽസിൽ ഒരു ഡേ ഇന്ന് നമ്മൾ ഫുൾ അവിടെ സ്പെൻഡ് ചെയ്യുവാണ്. അവിടുത്തെ ടോപ്പിലുള്ള ഫ്രഞ്ച് വില്ലേജും അതുപോലെ തന്നെ വാക്സ് മ്യൂസിയം, അങ്ങനെ ഫുള്ള് ഒരു 1 ഡേ നമ്മൾ ഫുള്ളായിട്ട് ബനാ ഹിൽസിൽ തന്നെയാണ്. അപ്പം ഇനി നൈറ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഗൈഡും ക്യാബൊക്കെ ഇപ്പോൾ വരും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ കം ലെറ്റ്സ് ഗോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണെയാണ്. ബനാ ഹിൽസിലോട്ട് പോണ വഴിക്ക് നമ്മളൊരു പാർക്കിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വിടുന്നു. ഇനിയിപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ഒരു തണുപ്പുള്ള ക്ലൈമറ്റാണ്. നവംബർ ഡിസംബർ ആയതുകൊണ്ട് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. നമ്മളോട് മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാം ക്ലോത്ത്സ് ഒന്നും എടുത്തില്ല. ഭയങ്കര തണുപ്പാണ് ഇവിടെ. ബനാ ഹിൽസിലും ഭയങ്കര തണുപ്പാണെന്ന് ഇവർ പറഞ്ഞത്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു വാം ക്ലോത്ത്സ് ഒന്നും ഇല്ല. അപ്പോൾ ലെറ്റ്സ് സീ എന്താവുമെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബനാ ഹിൽസിലെത്തി. എൻട്രി പോയില്ല, ടിക്കറ്റ് എടുക്കുന്ന സൈഡിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗൈഡ് ടിക്കറ്റ് എടുക്കാൻ പോയി. വേറൊരു ഫീലാണ് ഇവിടെ. നല്ല രസമുണ്ട്. എസ്തെറ്റിക്സ് ഒക്കെ വളരെ അടിപൊളിയാണ്. അപ്പോൾ കാണിച്ചു തരാം. പോണേണ്. നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇവിടെ അരപ്പ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ ചൂസ് ചെയ്തത് ഇന്ത്യനാണ്. ഇന്റർനാഷണലുണ്ട്, ഇന്ത്യനുണ്ട്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഇന്ത്യനാണ്. അപ്പോൾ ഫുഡിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. അതുപോലെ നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു നവംബർ ഡിസംബർ ടൈമിലായതുകൊണ്ട് തന്നെ വിയറ്റ്നാം ഫുള്ള് ക്രിസ്മസ് വൈബിലാണിപ്പോൾ. എല്ലായിടത്തും നോക്കിയാലും ക്രിസ്മസ് മാർക്കറ്റ്സ്, ക്രിസ്മസ് ഡെക്കറേഷൻസ്, അതുപോലെ ഓരോ ചെറിയ ചെറിയ കോർണേഴ്സിൽ ഇങ്ങനെ പാട്ട് പാടുന്നു, സാൻഡാസ്. ഇപ്പോൾ ഇവിടെ ബനാ ഹിൽസിലാണെങ്കിലും എല്ലായിടത്തും ഫുള്ള് ക്രിസ്മസിൻ്റെ സോങ്സ് മാത്രം. ആൾക്കാരും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടാണ് ഡ്രസ്സപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വാസ് റിയലി ഗുഡ്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഫ്രഞ്ച് വില്ലേജിൻ്റെ ഉള്ളിലെ കാസൽസിലാണ് ഉള്ളത്. ആർക്കിടെക്ചറൊക്കെ കാണണം, നല്ല നൈസാണ്. ശരിക്കും നമ്മളൊരു യൂറോപ്യൻ കൺട്രി വിസിറ്റ് ചെയ്ത എഫക്റ്റാണ് കിട്ടുന്നത്. എങ്ങനെയുണ്ട് ബനാ ഹിൽസ്? സൂപ്പർ സൂപ്പർ. ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ വന്നേക്കുവാണ്. അതാണ് ആ കൈ. അത് കാണുകൂടിയില്ല, അത്രയും തണുപ്പാണ് ഇവിടെ. ദിസ് വാസ് റിയലി അമേസിങ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രിപ്പിൻ്റെ ഒരു കോർ മെമ്മറിയിൽ ബനാ ഹിൽസ് എന്തായാലും ഉണ്ടാവും. എവറിത്തിങ് അബൌട്ട് ദിസ് പ്ലേസ് ഇസ് സോ ഗുഡ്. ഒന്നും പറയാനില്ല. ശരിക്കും നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിൽ പോയേക്കുന്ന ഒരു എഫക്റ്റാണ്. പിന്നെ വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് കേബിൾ കാർ റൈഡാണ് ഇവിടെ ഉള്ളത്. എല്ലാം എവറിത്തിങ് ഈസ് റിയലി അമേസിങ് ഹിയർ. അപ്പോൾ നമ്മൾ ബനാ ഹിൽസ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ഒന്ന് ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയേക്കുവാണ്. ഇവിടുത്തെ നൈറ്റ് വൈബ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമാണ് വിയറ്റ്നാമിൽ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു. നമ്മളോട് ഗൈഡ് പറഞ്ഞത് ഇത് ആക്ച്വലി ഒരു ഓഫ് സീസണാണ്. ശരിക്കും വിയറ്റ്നാം വിസിറ്റ് ചെയ്യേണ്ട ടൈം ഏപ്രിൽ ടു ഒക്ടോബർ ആണെന്നാണ്. പക്ഷെ ഞങ്ങൾ വന്നത് ഇപ്പോൾ നവംബർ ഡിസംബർ ടൈമിലാണല്ലോ. പക്ഷേ ഈ ഒരു ടൈമിൽ വിയറ്റ്നാം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫുൾ ക്രിസ്മസ് വൈബ്. ആൻഡ് ഞാൻ ഇതുവരെ വിയറ്റ്നാം ഇത്രയും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു കൺട്രിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത്ര അടിപൊളിയായിട്ടാണ് ഇവർ ഓരോ സ്ഥലങ്ങളും ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഡെക്കറേഷൻസ് മാത്രമല്ല, കുറേ പാട്ടുകൾ, ഡാൻസുകൾ, നമ്മൾ കാണാത്ത കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ശരിക്കും ഒരു യൂറോപ്യൻ കൺട്രീൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെയാണ് വിയറ്റ്നാംകാരും
ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറച്ച് മാർക്കറ്റ്സും അതുപോലെ ഈ സ്ട്രീറ്റൊക്കെ കാണാൻ വേണ്ടി നൈറ്റ് ഒന്ന് ഇറങ്ങിയേക്കുവാണ്. നമ്മുടെ ഡേ 2 ഇവിടെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് മാർക്കറ്റ്സിലും അതുപോലെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ കാണാൻ പോയി. ഇപ്പോൾ തിരിച്ച് റൂമിലെത്തി. ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഇതോടെ ഡേ 2 കഴിഞ്ഞു. അപ്പം നാളെ വേറെ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നാളെ കാണാം. ബൈ ബൈ.